ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഒരു 4 മണിക്ക് ശേഷമുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇന്നിപ്പോൾ റമദാൻ 1 അപ്പോൾ അതിൻ്റെ നോമ്പ് തുറക്കാനുള്ള കുറച്ച് പരിപാടികളുടെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരി അപ്പോൾ ഞാൻ കുഴച്ചത് വെള്ളം അടുപ്പത്ത് വെച്ചാൽ തിളച്ചതിന് ശേഷം ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് വന്നിട്ട് നല്ലപോലെ ഒന്ന് വാട്ടി വെച്ചിട്ടുള്ള പത്തിരി മാവാണ് കേട്ടോ. അത് പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വാട്ടിയതിൻ്റെ ശേഷം അധികം ഡ്രൈ ആവാതെ കുറച്ച് സോഫ്റ്റോട് കൂടിയിട്ട് വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസ്സിൽ പരത്തിയെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ പരത്തി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ എനിക്ക് ഇങ്ങനെ പരത്താനാണ് ഇഷ്ടം കേട്ടോ. മറ്റേത് കുറച്ച് എളുപ്പമുള്ള പണിയുമല്ല. പരത്തിയിട്ട് ചിലപ്പോൾ അത് നമ്മൾ പരത്തുന്നതിനനുസരിച്ച് ചിലപ്പോൾ പൊട്ടി പോവുകയും ചെയ്യും. ഞാൻ അങ്ങനെ പരത്തുമ്പോൾ എൻ്റെ അങ്ങനെ ആവാറ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പ്രസ്സിൽ തന്നെ സാധാരണ പരത്താറ് കേട്ടോ. പിന്നെ അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് മാവിട്ട് കലക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കില്ലേ, അങ്ങനെ തയ്യാറാക്കി എടുക്കാറുണ്ട് കേട്ടോ. നൂലപ്പത്തിനും പത്തിരിക്കൊക്കെ ഞാൻ അങ്ങനെ റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഞാൻ മാവ് വാട്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊന്നും ചുട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. ചുട്ട് കാണുമ്പോൾ ഇതേപോലെ നല്ല പോലെ തന്നെ വീർത്ത് വരുന്നതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ അരി വാട്ടിയിട്ട് ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് നിറം മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരിഞ്ഞൊന്നും പോവാണ്ട് ഇത്ര മാത്രം ആയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ തരി കാച്ചാനായിട്ട് പാലൊന്ന് കുക്കറിലാണ് കേട്ടോ വെക്കണത്. വേറെ വലിയ ചെമ്പൊന്നും നോക്കിയപ്പോൾ ഇല്ല, എല്ലാത്തിലും ഓരോ സാധനങ്ങളൊക്കെ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പാൽ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ തരി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ പഴംപൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പഴംപൊരിക്കുള്ള മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ കേട്ടോ. അപ്പോൾ മൈദപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് മാവ് റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കണ്ടോ, പൊന്തി വരുന്നത് കണ്ടോ, വീർത്ത് വരും. നമ്മൾ ഇതേപോലെ റെഡിയാക്കുകയാണ്. ഞാൻ അതിൽ ബേക്കിംഗ് സോഡയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കൊരു അരമണിക്കൂർ നമ്മൾ മാവ് ഇങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ വീർത്ത് കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ എണ്ണ ഒട്ടും കുടിക്കുകയും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ റെഡിയാക്കുകയാണെങ്കിൽ. അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പാലിപ്പുറത്തേക്ക് മാറ്റി വെച്ച് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അധികം കട്ടിയാവാതെ തന്നെ കുറുക്കിയെടുക്കുക റവ. അതുകൊണ്ടാണ് ഞാൻ 4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് മധുരത്തിനുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അധികം കട്ടിയാവാനും പാടില്ല, എന്നാൽ അധികം ലൂസാകാനും പാടില്ല. ആ രീതിയിൽ വേണം ഇതാവാൻ കേട്ടോ. ലൂസായാലും വലിയ കുഴപ്പമില്ല കേട്ടോ. കുറേ ചൂടാറുന്നതിനനുസരിച്ച് അത് കട്ടിയായി വരും കേട്ടോ. അപ്പോൾ അവിടെ പഴംപൊരി ഉണ്ടാക്കി വെച്ചത് പാത്തും ചൂടും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വൈകുന്നേരം ചായ ഒന്നും കുടിച്ചില്ല. ഞാൻ വെള്ളം കലക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ കലക്കി കൊടുത്തു. പിന്നെ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇപ്പം നല്ല ചൂടാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ണികൾക്കൊക്കെ വെള്ളം കൊടുക്കാം കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് അറിയില്ല, അവർ ദാഹിക്കുമ്പോൾ മാത്രം വന്ന് വെള്ളം ചോദിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഈ സമയത്ത് ചൂടുകാലത്ത് നമ്മൾ ഉണ്ണികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം. അതുപോലെ തന്നെ ഭക്ഷണം നല്ലോണം കൊടുക്കുക. അപ്പം അങ്ങനെ ഞാൻ ഇതൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് ഇതായതിൻ്റെ ശേഷം ഞാനൊന്ന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തൊന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. ഒരു 4 ചെറിയ ഉള്ളിയാണ് എടുത്തത് കേട്ടോ. ഇനി അതും ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം നെയ്യ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നെയ്യ് അടക്കം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തരി കാച്ചതൊക്കെ റെഡിയാക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഇത്ത ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വന്നതല്ല, ഞാൻ ആളെ വീട്ടിലേക്ക് പോയപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പിന് സമയത്ത് തരി കാച്ചും, പക്ഷേ എനിക്കത് ഞാൻ കാച്ചി കഴിഞ്ഞാൽ റെഡി ആവില്ല. അപ്പോൾ എനിക്കൊരു പ്രാവശ്യം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊന്ന് കാച്ചി തന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നനച്ചോളിയും പിന്നെ എന്താ പറയുക മോൾക്ക് പനിയും ഒക്കെ കൂടി ആയപ്പോൾ എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നോമ്പ് തുടങ്ങിയിട്ടല്ലോ, നമുക്കൊരു ദിവസം എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം, എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പത്തരിയും ഇതേ കണ്ടോ പഴംപൊരി പിന്നെ അതുപോലെ തന്നെ തരി റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ രാവിലെ മേടിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
എന്താ വെച്ചാൽ ഉണ്ണികൾക്ക് വേറെ കറിയൊന്നും ഞാൻ കാലത്തൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കൻ മേടിച്ചു, കാലത്ത് തന്നെ കറി വെച്ച കാരണം അവർക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇപ്പോൾ കുറച്ച് പാൽ ചായയും കൂടി വെച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ വെച്ച് വെക്കാന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്തൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കണം. ചിലപ്പോൾ പാത്രത്തിൽ സമ്മതിച്ചില്ല എന്ന് വരും കേട്ടോ. അത് കാരണം കൊണ്ട് ഇപ്പോൾ ചായ വെച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. 6:20 6:30 ആകുമ്പോഴാണ് ബാങ്കെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇവിടേക്ക് ചില സമയത്ത് കേൾക്കും, ചില സമയത്ത് കേൾക്കില്ല കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ തണ്ണിമത്തയും കൂടി ഒന്ന് മുറിച്ച് വയ്ക്കാമല്ലോ വിചാരിച്ചപ്പോൾ ഞാൻ മക്കളെ 2 ഒന്ന് കുളിപ്പിച്ച് അതിൻ്റെ ശേഷം ഞാൻ കടയിലേക്ക് പോയി മേടിച്ചിട്ട് വന്നത് കേട്ടോ. ദിലുവിനെ നോക്കിയപ്പോൾ ദിലുവിനെ കാണാനില്ല, അവൻ കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല, അവിടെ പറമ്പിൽ കളിക്കുകയാണ് പന്ത് കളി. അപ്പോൾ എന്തായാലും അവൻ വന്ന് അങ്ങനെ കുളിക്കുമ്പോഴേക്കും നമുക്ക് പോയി മേടിച്ചിട്ട് വരാമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ മേടിച്ച് പകുതി എത്തിയപ്പോഴേക്കും ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തണ്ണിമത്തയും കൂടി ഒന്ന് മുറിച്ച് വയ്ക്കാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ദാഹമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, നോമ്പ് തുറക്കുന്ന സമയത്തായാലും അല്ലാണ്ട് നമുക്ക് ദാഹം കൂടുതൽ. അപ്പോൾ തണ്ണിമത്തങ്ങ കഴിക്കാനൊക്കെ ഒന്ന് റിഫ്രഷ് ആകാനായിട്ട് നല്ല ഇതാണ്. അപ്പോൾ ഞാനത് കാരണം കൊണ്ടുവന്ന് തണ്ണിമത്തയും കൂടി മുറിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.